2024-25 മൂന്നാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. നഖറ ഉൽ ഫിഖറത്ത വനുജീബു. നമുക്ക് ഈ പാരഗ്രാഫ് വായിച്ച് ഉത്തരങ്ങൾ എഴുതാം. പാരഗ്രാഫ് വായിച്ച് നോക്കാം. ദഹബ ജാസിമുൻ, ജാസിം പോയി, മഅ അബീഹി അവൻ്റെ പിതാവിൻ്റെ കൂടെ, ഇല സൂഖിൽ മർക്കസി സൂപ്പർ മാർക്കറ്റിലേക്ക്, മസാഅൻ വൈകുന്നേരം, മസാഅൻ മീൻസ് വൈകുന്നേരമാണ് പോയത്, ലിഷിറാ ഇൽ അദവാത്തിൽ മദ്രസിയത്തി പഠനോപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി, ലിഷിറായി എന്നാൽ വാങ്ങാൻ വേണ്ടി, എന്ത് വാങ്ങാൻ വേണ്ടി, അൽ അദവാത്തിൽ മദ്രസിയ പഠനോപകരണങ്ങൾ, റആ ജാസിമുൻ ഫിസ്സൂഖി സൂപ്പർ മാർക്കറ്റിൽ ജാസിം കണ്ടു, ഖായിമത്തൽ അസ്ആരി വില വിവരപ്പട്ടിക. ഖായിമത്തുൽ അസ്ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? വില വിവരപ്പട്ടിക. ഓരോ സാധനത്തിൻ്റെ പേരും അതിൻ്റെ വിലയുമുള്ള ചാർട്ട്, പട്ടിക, അത് കണ്ടു അവിടെ. ഫഖറഅഹ അപ്പോഴവൻ അത് വായിച്ചു. എന്നിട്ട് ഇസ്തറ ജാസിമുൻ ജാസിം വാങ്ങി, കിതാബൻ വാഹിദൻ ഒരു പുസ്തകവും, വ സലാസത്ത അഖ്ലാമിൻ 3 പേനകളും, വ ഖുറത്തൻ ഒരു ബോളും, വ ഉൽബത്തൻ ഒരു പാക്കറ്റും, അതായത് ഉൽബത്തുൽ അൽവാനായിരിക്കും, ഒരു കളർ പാക്കറ്റ്. ഇതൊക്കെയാണ് ജാസിം വാങ്ങിയത്. സുമ്മ റജഅ പിന്നെ അവർ രണ്ടുപേരും മടങ്ങി. ആരൊക്കെ? ജാസിമും ഉപ്പയും മടങ്ങി, ഇലൽ ബൈത്തി വീട്ടിലേക്ക്, ഫിൽ ഹാഫിലത്തി എങ്ങനെയാണ് മടങ്ങിയത്? ഫിൽ ഹാഫില ഹാഫിലത്തിൽ ബസ്സിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോയി. ഇനി നഖ്താറുൽ ജവാബ സ്വഹീഹ ശരി ഉത്തരം നമ്മൾ കണ്ടെത്തണം, മിനൽ ഹിലാലൈനി ബ്രാക്കറ്റിൽ നിന്നും, വനക്തുബു എന്നിട്ട് എഴുതാം. ഇവിടെ ചോദ്യം ഉണ്ട്, അതിൻ്റെ ശരി ഉത്തരം ബ്രാക്കറ്റിൽ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് മാത്രമാണ് ശരി ഉത്തരം. അത് കണ്ടെത്തി നേരെയുള്ള ഡേഷിൽ എഴുതണം. ഒന്നാമത്തെ ചോദ്യം, മതാ ദഹബ ജാസിമുൻ വ അബൂഹു ജാസിമും അവൻ്റെ ഉപ്പയും എപ്പോഴാണ് പോയത്, ഇല സൂഖിൽ മർക്കസി സൂപ്പർ മാർക്കറ്റിലേക്ക്. ബ്രാക്കറ്റിലുള്ളത് സ്വബാഹൻ രാവിലെ, ലുഹറൻ ഉച്ചക്ക്, മസാഅൻ വൈകുന്നേരം. ശരി ഉത്തരം മസാഅൻ, അതുകൊണ്ട് മസാഅൻ എന്നവിടെ എഴുതുക. രണ്ടാമത്തെ ചോദ്യം, കം അസ്ഇറു ലി കിതാബിൻ വാഹിദിൻ ഒരു പുസ്തകത്തിന് എത്രയാണ് വില? കം എത്ര, അസ്ഇറു വില, ലി കിതാബിൻ വാഹിദിൻ ഒരു പുസ്തകത്തിന് എത്രയാണ് വില? അതിവിടെയുണ്ട് അല്ലേ? ഇതാണ് ജാസിം കണ്ട ഖായിമത്തുൽ അസ്ആർ വില വിവരപ്പട്ടിക. ഇതിൽ നോക്കിയാൽ നമുക്ക് ഓരോന്നിൻ്റെയും വില എത്രയാണെന്ന് മനസ്സിലാകും. നോക്കാം. ഒന്നാമത്തെ കോളത്തിൽ 4 കോളങ്ങളാണ് ഇതിലുള്ളത്. ഒന്നാമത്തെ കോളത്തിലുള്ളത് അറഖ്മ് നമ്പർ, രണ്ടാമത്തെ കോളത്തിൽ അന്നൗ ഐറ്റം ഓരോ വസ്തുവിൻ്റെയും പേര്, മൂന്നാമത്തെ കോളത്തിൽ അൽ അദദ് അതായത് എത്ര എണ്ണം വാങ്ങിയാലാണ് പൈസ, പിന്നെ നാലാമത്തെ കോളത്തിൽ അസ്ഇർ വില. നോക്കാം. ഒന്നാമത്തെ വരിയിൽ കിതാബുൻ എന്നാണുള്ളത്, പുസ്തകം, അൽ അദദ് എണ്ണം എത്രയാണ്? ഒരു പുസ്തകം. ഒരു പുസ്തകത്തിന് എത്രയാണ് വില? അസ്ഇർ എന്ന കോളത്തിൽ 20 എന്ന് കാണാം അല്ലേ? അപ്പോൾ ഒരു പുസ്തകത്തിന്റെ വില 20 രൂപ. ഇനി രണ്ടാമത്തെ വരി നോക്കൂ, മിസ്തറത്ത് സ്കെയിലാണ്, ഒരു സ്കെയിലിന്റെ വില എത്രയാണ്? 15 രൂപ. മൂന്നാമത്തെ വരിയിൽ ഖുറത്തുൻ ബോള് 1, ഒരു ഖുറത്തിന്റെ വില മിഅത്തുൻ 100 രൂപ അല്ലേ? നാലാമത്തെ കോളത്തിൽ ഉൽബത്ത് പാക്കറ്റ്, ഒരു പാക്കറ്റിന്റെ വില എത്രയാണ്? സമാനൂന 80 റുപ്പീസ് 80 രൂപ. അഞ്ചാമത്തെ വരിയിൽ കലമുൻ പേന, ഒരു പേനയുടെ വില അവസാനത്തെ കോളത്തിൽ 10 എന്നാണ് അല്ലേ? 10 രൂപ 10. ആറാമത്തത് മിഖസുൻ കത്രിക, ഒരു കത്രികയുടെ വില എത്രയാണ്? 18 രൂപ. ഇങ്ങനെയാണ് വിലയുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ചോദ്യം കം അസ്ഇറു ലി കിതാബിൻ വാഹിദിൻ ഒരു പുസ്തകത്തിന്റെ വില എത്രയാണെന്നാണ് അല്ലേ? ഒരു പുസ്തകത്തിന് 20 രൂപ. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് എഴുതണം? 20 എന്ന് എഴുതണം. ബ്രാക്കറ്റിൽ 100, 20, 15 എന്ന് കൊടുത്തിട്ടുണ്ട്. 20 ശരി ഉത്തരം. ഇനി മൂന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കൂ. ഐന വജദ ജാസിം ഖായിമത്തൽ അസ്ആർ. ഐന എന്ന് പറഞ്ഞാൽ എവിടെ. ഐന വജദ ജാസിം എവിടെയാണ് കണ്ടത്? വജദ കണ്ടു. ഖായിമത്തൽ അസ്ആർ വില വിവരപ്പട്ടിക എവിടെയാണ് കണ്ടത്? കണ്ടത്? ബ്രാക്കറ്റിലുള്ളത് ഒന്നാമത്തത് ഫിൽ ബൈത്തി വീട്ടിലാണോ? അല്ല. രണ്ടാമത്തത് ഫി സൂഖിൽ മർക്കസി, അതാണ് ശരിയല്ലേ? സൂപ്പർ മാർക്കറ്റിൽ.
പിന്നെ മൂന്നാമത്തെ ഫിൽ ഹാഫിലെ ബസ്സിൽ എന്നാണ്. അപ്പോൾ ഫി സൂക്കിൽ മർക്കസി എന്നതാണ് ശരി, അതവിടെ എഴുതുക. ഇനി അഞ്ചാമത്തെ ചോദ്യം, കമിസ്ഇറു ലിക്കുറത്തിൻ വാഹിദത്തിൻ, ഒരു ബോളിന് എത്രയാണ് വില? ബോളിന്റെ വില നമ്മൾ ഇവിടെ കണ്ടിരുന്നു അല്ലേ, 100 ആണ് അല്ലേ, 100 രൂപ. ബ്രാക്കറ്റിൽ 100, 80, 90 എന്നുണ്ട്. 100 ശരി ഉത്തരം, 100 എന്നവിടെ എഴുതുക. ആറാമത്തെ ചോദ്യം, കം കലമൻ ഇസ്തറ ജാസിമുൻ, ജാസിം എത്ര പേനയാണ് വാങ്ങിയത്? കം കലമൻ എത്ര പേനയാണ് ഇസ്തറ വാങ്ങിയത് ജാസിമുൻ, ജാസിം എത്ര പേനയാണ് വാങ്ങിയത്? ഇവിടെ ഉണ്ടല്ലേ. ഇസ്തറ ജാസിമുൻ കിതാബൻ വാഹിദൻ, ഒരു പുസ്തകവും വസലാസത അഖ്ലാമിൻ, 3 പേനയും. അപ്പോൾ ജാസിം വാങ്ങിയത് 3 പേനയാണ്, അതുകൊണ്ട് ഇവിടെ 3 എന്ന് എഴുതുക. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ഹസല ജാസിമുൻ അലൽ ബിതാഖത്തിൽ ഹുവിയ, ജാസിമിന് ഐഡന്റിറ്റി കാർഡ് കിട്ടി. അൽ ബിതാഖത്തുൽ ഹുവിയ മീൻസ് ഐഡന്റിറ്റി കാർഡ്. മിനൽ മദ്രസത്തി, സ്കൂളിൽ നിന്നും കിട്ടി ഐഡന്റിറ്റി കാർഡ്. നുഇദ്ദു ബിതാഖത്തൻ മിസ്ലഹ, അതേപോലുള്ളൊരു ഐഡന്റിറ്റി കാർഡ് നമുക്ക് തയ്യാറാക്കാം. അതായത് ജാസിമിന്റെ ഐഡന്റിറ്റി കാർഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് നോക്കിയിട്ട് ഇതേ രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് തയ്യാറാക്കുക. ജാസിമിന്റെ ഐഡന്റിറ്റി കാർഡ് വായിച്ചു നോക്കാം. ആദ്യം കൊടുത്തിരിക്കുന്നത് അൽ ഇസ്മ്, ഇസ്മ എന്നാൽ പേര്, പേരെന്താണ്? ജാസിം. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതുക. പിന്നെയോ അസ്വഫ്, ജാസിം 3ാം ക്ലാസ്സിലാണ്, അതുകൊണ്ട് അസാലിസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അൽ ഉമർ, ജാസിമിന്റെ വയസ്സ് 8 ആണ്, അതുകൊണ്ട് 8 എന്ന് എഴുതി. ഇസ്മുൽ ഉമ്മി, എന്താണ് ഇസ്മുൽ ഉമ്മി? ഉമ്മയുടെ പേര് ഫാത്തിമ, ജാസിമിന്റെ ഉമ്മയുടെ പേര് ഫാത്തിമ. ഇസ്മുൽ അബി, ഉപ്പയുടെ പേര് ഇബ്രാഹിം. അൽ മക്കാൻ, ജാസിമിന്റെ സ്ഥലം, ജാസിമിന്റെ വീട് എവിടെയാണ്? കാലിക്കൂത്ത്, കോഴിക്കോടാണ്. അപ്പൊ ഇതേ രൂപത്തിൽ നമ്മൾ ഇവിടെ നമ്മുടേത് പൂരിപ്പിക്കണം. അൽ ഇസ്മ എന്നിടത്ത് നിങ്ങളുടെ പേര് എഴുതുക. ഒരു ഉദാഹരണത്തിന് ഫഹീം എന്ന് എഴുതിയിട്ടുണ്ട്. അസ്വഫ് ക്ലാസ്, അസാലിസ് 3ാം ക്ലാസ്. ഇനി വേണമെങ്കിൽ 4 5 ഒക്കെ എഴുതാം. 3ാം ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നത്. അൽ ഉംർ വയസ്സ്, നിങ്ങളുടെ വയസ്സ് എത്രയാണോ അത് എഴുതുക. 8 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 6 എത്ര വേണമെങ്കിലും എഴുതാം. ഇസ്മുൽ ഉമ്മി, ഉമ്മയുടെ പേര് എഴുതുക. ഖദീജ എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഇസ്മുൽ അബി, ഉപ്പയുടെ പേര് റാഷിദ് എന്ന് കാണാം. അതേപോലെ ഏതെങ്കിലും പേര് എഴുതുക. നിങ്ങളുടെ ഉമ്മയുടെ ഉപ്പയുടെ പേരാകണം എന്നൊന്നുമില്ല, ഏതെങ്കിലും എഴുതിയാൽ മതി, ഉപ്പയുടെ പേര് തന്നെ എഴുതിയാൽ മതി. അൽ മക്കാൻ, മലപ്പുറമോ എറണാകുളമോ തൃശ്ശൂരോ എവിടെ വേണമെങ്കിലും എഴുതാം. എന്നാൽ ആ ചോദ്യം കഴിഞ്ഞു. ഇനി 3ാമത്തെ ചോദ്യം, നുമയ്യിസു വനക്തുബു, നമുക്ക് വേർതിരിക്കാം, എഴുതാം. എന്താണ് വേർതിരിക്കേണ്ടത്? അസ്വഹീഹ വഗൈറ സ്വഹീഹി, ശരിയും തെറ്റും വേർതിരിക്കണം. ഇവിടെ കുറെ സെന്റൻസുകൾ കാണാം. ഇതിൽ നിന്നും ശരിയായ സെന്റൻസുകൾ അസ്വഹീഹ് എന്ന കോളത്തിലും തെറ്റായ സെന്റൻസുകൾ ഗൈറ സ്വഹീഹ് എന്ന കോളത്തിലും എഴുതണം. സെന്റൻസുകൾ വായിച്ചു നോക്കാം. യതനാവലു സൽമാനു അൽ ഫത്തൂറ ഫി സ്വബാഹി, സൽമാൻ പ്രഭാതത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അത് ശരിയാണല്ലേ, അതുകൊണ്ട് അസ്വഹീഹ് എന്ന കോളത്തിൽ അത് എഴുതുക. രണ്ടാമത്തത്, യുനല്ലിഫു ജാസിറുൻ അൽ അസ്നാന ഖബല നൗമി, ജാസിർ ഉറക്കത്തിന് മുമ്പ് പല്ലുകൾ വൃത്തിയാക്കുന്നു. അതും ശരിയായ ഒരു സ്വഭാവമാണ്, അതുകൊണ്ട് അതും എന്ത് ചെയ്യണം? അസ്വഹീഹ് എന്ന കോളത്തിൽ എഴുതണം. മൂന്നാമത്തേതോ, ലാ തുളയ്യ വഖ്തക ബിൽഅബി അലൽ ജവാൽ, മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ട് നിന്റെ സമയം വേസ്റ്റ് ആക്കരുത്, പാഴാക്കരുത്. ലാ തുളയ്യ, പാഴാക്കരുത്, വഖ്തക നിന്റെ സമയം, ബിൽഅബി അലൽ ജവാൽ മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ട്. അതും ശരിയായ സെന്റൻസ് ആണ്, പാഴാക്കാൻ പാടില്ല അല്ലെ, അതുകൊണ്ട് അത് ഇവിടെ ഈ സ്വഹീഹ് എന്ന കോളത്തിൽ എഴുതുക. ഇനി അൽ ജവാലു കുല്ലുഹു ഖൈറുൻ, മൊബൈൽ ഫോണിലുള്ളത് മുഴുവൻ നല്ലതാണ്. അത് ശരിയാണോ? അല്ല, മൊബൈൽ ഫോണിൽ നല്ലതും മോശമോ ഒക്കെ ഉണ്ടല്ലേ, അതുകൊണ്ട് ഗൈറു സഹീഹ് എന്ന കോളത്തിലാണ് അത് എഴുതേണ്ടത്. അൽ ജവാലു കുല്ലുഹു ഖൈറുൻ. പിന്നെ അവസാനത്തെ സെന്റൻസ്, അൻ അലാഫത്തു ലൈസ മിനൽ ഇഹ്സാൻ, വൃത്തി നന്മകളിൽ പെട്ടതല്ല എന്നാണുള്ളത്. ശരിയാണോ? അത് തെറ്റാണ് അല്ലേ, കാരണം വൃത്തി നന്മയാണ്, അതുകൊണ്ട് അതും ഗൈറു സഹീഹിൽ എഴുതുക. അൻ അലാഫത്തു ലൈസ മിനൽ ഇഹ്സാൻ. ഇനി നിങ്ങളിത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം മുഴുവൻ സെന്റൻസുകൾ വായിച്ചു നോക്കണം, അതിന് ശേഷം മാത്രമേ എഴുതാൻ തുടങ്ങാവൂ, അല്ലെങ്കിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്.
ഇനി നഖ്താറുൽ ജുമലുൽ മുനാസിബത്ത ലിസ്സുവരി വനക്തുബു. താഴെ കുറെ ചിത്രങ്ങളുണ്ട്. ഓരോ ചിത്രങ്ങൾക്കും അനുയോജ്യമായ ജുംലകൾ, സെന്റൻസുകൾ ഈ കള്ളിയിൽ നിന്നും എടുത്തെഴുതണം. ഇത് വായിച്ചു നോക്കാം ആദ്യം. യദ്ഹബു റാഷിദുൻ ഇലൽ മദ്രസ. റാഷിദ് സ്കൂളിലേക്ക് പോകുന്നു. ഇനി 2, തലഉ മാജിദത്തു അൽ കിതാബ ഫിൽ ഹഖീബത്തി. മാജിദ പുസ്തകം ബാഗിൽ വെക്കുന്നു. 3, യസ്തഹിമു മിൻഹാജു ഫിൽ ഹമ്മാമി. മിൻഹാജ് ബാത്റൂമിൽ വെച്ച് കുളിക്കുന്നു. 4, തുനല്ലിഫു ഹന്നത്തു അൽ അസ്നാന. ഹന്ന പല്ല് വൃത്തിയാക്കുന്നു. 5, യഖറഉ അൻവർ അൽ ജരീദത്തൽ യൗമിയ. അൻവർ പത്രം വായിക്കുന്നു. 6, ഇസ്തയഖല റാഷിദുൻ മിനൻ നൗമി മുബക്കിറൻ. റാഷിദ് ഉറക്കിൽ നിന്നും നേരത്തെ എഴുന്നേറ്റു. ഇനി നമുക്ക് ചിത്രം നോക്കാം. ഒന്നാമത്തെ ചിത്രം റാഷിദ് ഉറക്കിൽ നിന്നും നേരത്തെ എഴുന്നേൽക്കുന്നതാണ് അല്ലേ. അതുകൊണ്ട് ഇസ്തയഖല റാഷിദുൻ മിനൻ നൗമി മുബക്കിറൻ എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. രണ്ടാമത്തെ ചിത്രം എന്താണ്? ഒരു കുട്ടി കുളിക്കുന്നതാണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? യസ്തഹിമു മിൻഹാജു ഫിൽ ഹമ്മാമി. മിൻഹാജ് ഹമ്മാമിൽ വെച്ച്, ബാത്റൂമിൽ വെച്ച് കുളിക്കുന്നു എന്ന് അവിടെ എഴുതാം. പിന്നെ ഒരു പെൺകുട്ടി പല്ല് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ എന്ത് എഴുതാം? തുനല്ലിഫു ഹന്നത്തു അൽ അസ്നാന. ഹന്ന പല്ല് വൃത്തിയാക്കുന്നു. പിന്നെയോ ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുന്നത് കാണാം. അപ്പൊ എന്ത് എഴുതും? യദ്ഹബു റാഷിദുൻ ഇലൽ മദ്രസത്തി. റാഷിദ് സ്കൂളിലേക്ക് പോകുന്നു. അടുത്ത ചിത്രം പത്രം വായിക്കുന്നതാണ് അല്ലേ. ആരായിരുന്നു പത്രം വായിച്ചത്? യഖറഉ അൻവറു അൽ ജരീദത്തൽ യൗമിയത. അൻവർ പത്രം വായിക്കുന്നു. അവസാനത്തേത് ഒരു കുട്ടി ബാഗിൽ പുസ്തകം വെക്കുകയാണ്. അപ്പോൾ തലഉ മാജിദത്തു അൽ കിതാബ ഫിൽ ഹഖീബത്തി. മാജിദ ബാഗിൽ പുസ്തകം വെക്കുന്നു എന്ന സെന്റൻസ് അവിടെ എഴുതുക. ഓക്കെ, ഇതേപോലെ. ഇനി 5ാമത്തെ ചോദ്യം. അൻഷദ ജാസിമുൻ വ അസ്തിഖാഉഹു നശീദത്തൻ. ജാസിമും അവന്റെ കൂട്ടുകാരും ഒരു പാട്ട് പാടി. ഹയ്യാ നുക്മിലു. ആ പാട്ട് നമുക്ക് പൂരിപ്പിക്കാം. ഇവിടെ ഈ പാട്ട് ആദ്യം മുഴുവൻ വായിച്ചു നോക്കണം, എന്നാലേ നമുക്കിത് പൂരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. വായിച്ചു നോക്കാം. ഖാലൽ ഫീലു ലൗനി അസ്വദ്. എന്താ ഖാലൽ ഫീലു എന്ന് പറഞ്ഞാൽ? ആന പറഞ്ഞു. ലൗനി അസ്വദ്. എൻ്റെ നിറം അസ്വദാണ്, എൻ്റെ നിറം കറുപ്പാണ്. ലൗനി അസ്വദ്, എൻ്റെ നിറം കറുപ്പാണ്. ഖാലൽ ഫീലു, ആന പറഞ്ഞു. അപ്പോൾ ഖാലൽ ഫീലു ലൗനി അസ്വദ്, ലൗനി അസ്വദ് ഖാലൽ ഫീലു. അതേ രൂപത്തിലാണ് ഒന്നാമത്തെ വരി. രണ്ടാമത്തെ വരി ഖാലൽ ഖുറാബു ലൗനി അസ്വദ്. ഖുറാബ് കാക്ക പറഞ്ഞു എൻ്റെ നിറം കറുപ്പാണ്. ലൗനി അസ്വദ് ഖാലൽ ഖുറാബു. കാക്ക പറഞ്ഞു എൻ്റെ നിറം കറുപ്പാണ്. ലൗനി അസ്വദ്, എൻ്റെ നിറം കറുപ്പാണ്. ഖാലൽ ഖുറാബു, കാക്ക പറഞ്ഞു. മേലെ ഉള്ളതുപോലെ പൂരിപ്പിച്ചു. ഇനി അടുത്തത് ഡാഷ് ലൗനി അഹ്ലർ എന്നാണുള്ളത്. അവിടെ കാലൽ വറക്കു എന്ന് എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ മനസ്സിലായി കാലൽ വറക്കു ആണ് വേണ്ടത് എന്ന്? അടുത്ത് നേരെ നോക്കിക്കോളൂ, അപ്പോൾ മനസ്സിലാവും അല്ലേ. പിന്നെയും ഡേഷാണുള്ളത്, പിന്നെ അവസാനം കാലൽ വറക്കു എന്നാണുള്ളത്. അപ്പോൾ ആദ്യം കാലൽ വറക്കു ആണ് വെക്കേണ്ടത്. അതുകൊണ്ട് കാലൽ വറക്കു ലൗനി അഹ്ലർ. ഇല പറഞ്ഞു എൻ്റെ നിറം പച്ചയാണ്. ലൗനി അഹ്ലർ കാലൽ വറക്കു. എൻ്റെ നിറം പച്ചയാണ്. കാലൽ വറക്കു, ഇല പറഞ്ഞു. അടുത്തത് ആരാണ്? മൗസാണ് അല്ലേ. അവസാനം നോക്കൂ, മൗസിന്റെ പേരാണുള്ളത്. അപ്പോൾ കാലൽ മൗസു ലൗനി അസ്ഫർ. നിറം മഞ്ഞയാണെന്നും നേരെ നോക്കിയാൽ കാണാം. കാലൽ മൗസു ലൗനി അസ്ഫർ. പഴം പറഞ്ഞു എൻ്റെ നിറം മഞ്ഞയാണ്. ലൗനി അസ്ഫർ കാലൽ മൗസു. എൻ്റെ നിറം മഞ്ഞയാണ്, പഴം പറഞ്ഞു. അടുത്തതാരാണ്? കാല സഹർ, പൂവാണ് അല്ലേ. നിറം ഏതാണ്? നേരെ നോക്കിയാൽ അഹ്മർ എന്ന് കാണാം. അപ്പോൾ കാല സഹറു ലൗനി അഹ്മർ. പൂവ് പറഞ്ഞു എൻ്റെ നിറം ചുവപ്പാണ്. ലൗനി അഹ്മർ കാല സഹറു. എൻ്റെ നിറം ചുവപ്പാണ്. കാല സഹർ, പൂവ് പറഞ്ഞു. അടുത്തത് വസല ഖുറാബുൻ ഇലാ ബുസ്താനി ജാസിമിൻ. ഒരു കാക്ക ജാസിമിന്റെ പൂന്തോട്ടത്തിലെത്തി. ബദ അൽ ഖുറാബു യബ്കി. ആ കാക്ക കരയാൻ തുടങ്ങി. ഫസമിഅ ജാസിമുൻ ബുകാഅഹു. അപ്പോൾ ജാസിം അവന്റെ കരച്ചിൽ കേട്ടു. ഫദാറ ബൈനഹുമാ ഹിവാറുൻ. അപ്പോൾ അവർക്കിടയിൽ ഒരു സംഭാഷണം നടന്നു. നുക്മിലുൽ ഹിവാറ. നമുക്ക് ആ സംഭാഷണം പൂരിപ്പിക്കാം. സംഭാഷണം പൂരിപ്പിക്കുന്നതിന് മുമ്പ് പൂരിപ്പിക്കാനുള്ള വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചു നോക്കാം. അഹദ സിൻജാബുൻ അൽ ഫർഹ. ഒരു അണ്ണാൻ പക്ഷിക്കുട്ടിയെ, കാക്കക്കുഞ്ഞിനെ എടുത്തു. ഫസഖത്ത.
അപ്പോഴത് വീണു. രണ്ടാമത്തത് അന ഉസാഇദുക, ഞാൻ നിന്നെ സഹായിക്കും. അടുത്തത് ഐനൽ ഫർഹു, ഫർഹ എവിടെ, പക്ഷി കുഞ്ഞെവിടെ? സഖത്ത മിനൽ ഉഷി, അത് കൂട്ടിൽ നിന്നും വീണു. സഖത്ത വീണു, മിനൽ ഉഷി കൂട്ടിൽ നിന്നും. ഇത്രയും വാചകങ്ങളാണ് അവിടെ പൂരിപ്പിക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ളത്. ഇനി ഈ സംഭാഷണം വായിച്ചു നോക്കാം. ജാസിം ആദ്യം ചോദിക്കുകയാണ് ഖുറാബിനോട്, മാതാ മാതാ, എന്താണ്, നിനക്ക് എന്ത് പറ്റി, എന്തിനാണ് കരയുന്നത്? അപ്പൊ ഖുറാബ് പറയുന്നു, ഫർഹി ഫർഹി, എൻ്റെ കുഞ്ഞ് അല്ലെ, എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുറാബ് കരയുന്നത്. ഫർഹൻ എന്ന് പറഞ്ഞാൽ പക്ഷിക്കുഞ്ഞ്, ഫർഹി എൻ്റെ പക്ഷിക്കുഞ്ഞ്, അതായത് എൻ്റെ കുഞ്ഞ്, കാക്കയുടെ കുഞ്ഞ്. അപ്പൊ ജാസിം ചോദിക്കുന്നു, മാതാ അസ്വാബൽ ഫർഹിൻ എന്ത് പറ്റി, നിന്റെ കുഞ്ഞിന് എന്ത് പറ്റി? അപ്പോൾ എന്ത് പറ്റി എന്നുള്ളടത്ത് പൂരിപ്പിക്കണം. എന്തായിരിക്കും നമ്മൾ പൂരിപ്പിക്കേണ്ടത്? ഇവിടെ നിന്നും എന്തെടുത്ത് എഴുതണം? സഖത്ത മിനൽ ഉഷി എന്നുള്ളത് എഴുതണം അല്ലെ, അതാണ് യോജിക്കുന്നത്. അവൻ കൂട്ടിൽ നിന്നും വീണു, സഖത്ത വീണു, മിനൽ ഉഷി കൂട്ടിൽ നിന്നും. അപ്പൊ ജാസിം ചോദിക്കുന്നു, കൈഫ എങ്ങനെയാണ് വീണത്? അപ്പോൾ ഇതിൽ നിന്നും എന്തെടുത്ത് എഴുതാം? അഹദ സിഞ്ചാബുൻ അൽ ഫർഹ ഫസഖത, ഒരു അണ്ണാൻ ഫർഹിനെ എടുത്തു, അങ്ങനെ അത് വീണു. പിന്നെ ജാസിം ചോദിക്കുന്നത് ഐനൽ ഫർഹു എന്നാണ്. അതെങ്ങനെ മനസ്സിലായി അവിടെ അതാണ് വെക്കേണ്ടത് എന്ന്? അത് മനസ്സിലാക്കാൻ ഖുറാബ് താഴെ എന്താണ് പറയുന്നത് എന്ന് നോക്കിയാൽ മതി. ഖുറാബ് എന്താ പറയുന്നത്? തഹത്ത ഷജറത്തി എന്നാണ് അല്ലേ, മരത്തിന്റെ താഴെ. അപ്പോൾ ജാസിം എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ഐനൽ ഫർഹു, ഫർഹ എവിടെ എന്നാണ്. അപ്പോൾ ഖുറാബ് പറയുന്നു തഹത്ത ഷജറ, മരത്തിന്റെ താഴെ. അപ്പൊ ജാസിം എന്ത് പറയും? അന ഉസായിദുക, ഇനി അതാണ് ബാക്കിയുള്ളത് അല്ലേ, ഞാൻ നിന്നെ സഹായിക്കും. അപ്പോൾ ഖുറാബ് ശുക്രൻ, നന്ദി പറയും അല്ലേ. അപ്പോൾ ജാസിം അഫ്വൻ, വെൽക്കം അല്ലേ, താങ്ക്സ് പറഞ്ഞാൽ വെൽക്കം പറയും, അതാണ് അഫ്വൻ. അന ഉസായിദുക എന്ന് തന്നെയാണ് അവിടെ വെക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ താഴെയുള്ളത് നോക്കിയാൽ മതി അല്ലേ. താഴെ കാലിയാണൊന്നുമില്ല, അതിൻ്റെയും താഴെ അഫ്വൻ എന്നുണ്ട്. അഫ്വൻ എന്ന് കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അഫ്വന്റെ മുകളിൽ ശുക്രൻ എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ഖുറാബ് ശുക്രൻ പറഞ്ഞു, അപ്പോൾ ജാസിം അഫ്വൻ പറഞ്ഞു. ശുക്രൻ പറയപ്പോഴാണ്? എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുത്താലാണ്. ഇവിടെ ഉപകാരം ചെയ്യാനുള്ള വാക്ക് അന ഉസായിദുക എന്നാണ് അല്ലെ, ഞാൻ നിന്നെ സഹായിക്കും. അത് കേട്ടപ്പോൾ ശുക്രൻ പറഞ്ഞു, നന്ദി പറഞ്ഞു. ഇത്രയുമാണ് ചോദ്യപേപ്പറിലുള്ളത്. നന്നായി പഠിക്കുക, ഉത്തരം എഴുതുക.